ഗൾഫ് രാജ്യങ്ങളിലേക്ക് ശക്തമായ വ്യോമാക്രമണം നടത്തി ഇറാൻ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. വിമാനത്താവളത്തിൽ നിന്നും കേരളത്തിലേക്ക് അടക്കമുള്ള എല്ലാ സർവീസുകളും നിർത്തിവച്ചു. ബഹ്റിനിലേക്കും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ട് കാണാം. കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കുമാണ് ശക്തമായിട്ടുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഇതിൽ തന്നെ ഏറ്റവും വലിയ ആക്രമണം നേരിടേണ്ടി വന്നത് കുവൈറ്റാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ഇറാന്റെ ആക്രമണത്തിൽ കാര്യമായ കേടുപാടുകൾ പറ്റി. ഡ്രോൺ ഉപയോഗിച്ചാണ് ഇവിടത്തേക്ക് ആക്രമണം നടന്നത്. ടെർമിനൽ 1-നാണ് ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായത്. കെട്ടിടത്തിന് കേടുപാട് പറ്റി, സാധന സാമഗ്രികൾക്ക് കേടുപാട് പറ്റി. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അവരുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്നൊക്കെ ഇനിയും അറിയാനിരിക്കുന്നു. എല്ലാവർക്കും പ്രാഥമിക ചികിത്സ നൽകിയെന്നാണ് കുവൈറ്റ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതാണ്ട് വിമാനത്താവളം നിശ്ചലമാകുന്ന സാഹചര്യമാണ്. വിമാന സർവീസുകളെല്ലാം തന്നെ നിർത്തിവെച്ചു. ഏറ്റവും സങ്കടകരം, ഫെബ്രുവരി 28 ആക്രമണത്തിന് ശേഷം ആദ്യമായി കേരളത്തിൽ നിന്നും കുവൈറ്റിലേക്ക് നേരിട്ട് സർവീസ് ആരംഭിച്ചത് പുലർച്ചെയായിരുന്നു. ആ വിമാനം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട് പാതി വഴിയിലെത്തുമ്പോൾ തിരിച്ചു പോകുന്ന സാഹചര്യവും ഉണ്ടായി. മലയാളികളെ നിരവധി പേരെ ഇത് ബാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെയും ഇറാന്റെ ഭാഗത്തുനിന്നും ആക്രമണമുണ്ടായി. ആ ആക്രമണം പ്രതിരോധിച്ചു എന്ന് അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ആക്രമണം നടന്നത് ബഹ്റൈനിലേക്കായിരുന്നു. ബഹ്റൈനിലെ അമേരിക്കൻ നാവികസേനയുടെ കേന്ദ്രത്തിന് 5th ഫ്ലീറ്റിന് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. കാര്യമായ നാശനഷ്ടം അവിടെ ഉണ്ടായി എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ആ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ കുവൈറ്റിൽ വലിയ ജാഗ്രത തുടരുന്നുണ്ട്. ബഹ്റൈനിലും ജാഗ്രത തുടരുകയാണ്. മറ്റ് ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ്.